ഏവർക്കും പ്രഭാതവന്ദനങ്ങൾ. കൃപയിൽ വളരുക എന്നുള്ളൊരു പാഠഭാഗമാണ് ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്നത്. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് പറയുമ്പോൾ അപ്രമേയ കൃപ, അമേസിംഗ് ഗ്രേസ്, നമ്മുടെ മേൽ ധാരാളമായി കർത്താവ് ചൊരിഞ്ഞ ദൈവകൃപ എത്ര ചിന്തിച്ചാലും നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി ആ കൃപ നമ്മെ വിടുവിച്ചു, ആ കൃപ നമ്മെ രക്ഷിച്ചു, ആ കൃപയിൽ നാം നിലനിൽക്കുന്നു, ആ കൃപയിൽ നാം വളരുന്നു, ആ കൃപ നമ്മെ പ്രാപ്തരാക്കുന്നു, കൃപ നമ്മെ ശക്തീകരിക്കുന്നു, തത്സമയത്ത് നമ്മെ സഹായിക്കുന്ന കൃപ. ഇങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ കൃപയുടെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ആ കൃപയുടെ ഫോക്കസ് അല്ലെങ്കിൽ ഊന്നൽ ദൈവത്തിലാണ്. ഇന്നലെ നാം പല കാര്യങ്ങൾ കൃപയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. കേവലം വിശ്വാസത്തെക്കാൾ, സ്നേഹത്തെക്കാൾ, ക്ഷമയെക്കാളൊക്കെ ഉന്നതമാണ് ദൈവകൃപയെന്നും കൃപയുടെ ഉറവിടം ക്രിസ്തുവാണ്. കർത്താവാണ് കൃപയുടെ ദാതാവ്. നാം കൃപമേൽ കൃപ പ്രാപിക്കണമെന്ന് ദൈവദിനം അനുശാസിക്കുന്നു. ഇന്ന് ഈ കൃപയുടെ മറ്റൊരു തലത്തിലേക്ക് ബൈബിൾ നൽകുന്ന വ്യക്തമായ ചില ചിന്താഗതികൾ നമുക്ക് പഠിക്കുവാൻ ഇടയാകട്ടെ. പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം പഠിച്ചാൽ ഉൽപ്പത്തി 22 അധ്യായം ദൈവം അബ്രഹാമിനോട് ഒരു നിർദ്ദേശം, ഒരു കൽപ്പന നൽകിയിരിക്കുന്നതായി കാണാം. നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ ഈ മോറിയ മലയിൽ കൊണ്ടുവന്ന് ഹോമയാഗം കഴിക്കണം. ഇപ്രകാരം ഒരു നരബലി ദൈവം ആവശ്യപ്പെടുമോ? അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ, തന്നെ അപ്പാന്ന് വിളിക്കുന്ന മറ്റൊരു മകനുണ്ട്, ഇസ്മായിലുണ്ട്. ദൈവം ഇസ്മായിലിനെ കുറിച്ച് സംസാരിച്ചതേയില്ല. അബ്രഹാം ഇപ്പോൾ സ്നേഹം നൽകുന്ന തന്റെ എല്ലാമായ ഏകജാതൻ ഈ മകനെ അതും ഹോമയാഗം കഴിക്കണം. അതിന്റെ അർത്ഥം പിന്നെ ഇനി ഇസ്ഹാക്ക് ബാക്കിയില്ല, വെന്ത് ചാമ്പലായി തീരും, ഒരുപടി ചാരമായി അവശേഷിക്കും. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഇടപെടുന്നു എന്ന് അബ്രഹാം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഇല്ല. എങ്കിലും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഹോമയാഗം കഴിക്കാൻ തന്നോട് ആവശ്യപ്പെട്ട ദൈവം തനിക്ക് വേണ്ടി ഈ ഹോമയാഗത്തിന് ഒരാട്ടുകുട്ടിയെ നോക്കിക്കൊള്ളും അല്ലെങ്കിൽ കരുതിക്കൊള്ളും എന്നായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം. അബ്രഹാം ആ വിശ്വാസം വഴിയിൽ വെച്ച് മകനുമായി പങ്കുവെച്ചു. ഒടുവിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇസ്ഹാക്കിന് പകരം അബ്രഹാമിന്റെ വിശ്വാസം പോലെ തന്നെ ദൈവം ഒരാട്ടുകുട്ടിയെ മോറിയ മലയിൽ ഒരുക്കി നിർത്തിയിരുന്നു. അബ്രഹാം അതിനെ ഹോമയാഗം കഴിച്ച് ദൈവിക കൽപ്പനയെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ നിബന്ധനയെ തൃപ്തിപ്പെടുത്തി. നിങ്ങൾക്ക് അവിടെ വലിയൊരു കാര്യം കാണുവാനിടയായി. ഹോമയാഗം കഴിക്കുവാൻ ആവശ്യപ്പെട്ടത് തന്നെ ദൈവമാണ്. എന്നാൽ ഹോമയാഗത്തിനുള്ള ഒരാട്ടിൻകുട്ടിയെ നൽകിയതും ദൈവം തന്നെ. ദൈവകൃപയുടെ ഉത്തമ നിദർശനമാണ് ഈ സംഭവം. ഈ കൃപയ്ക്ക് മറ്റൊരു വകഭേദമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. ഇസ്ഹാക്കിനെ അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടതും ദൈവം, അപ്പോൾ തന്നെ ഇസ്ഹാക്കിന് പകരമായി ഒരാട്ടിൻകുട്ടിയെ നൽകിയതും ദൈവം. കണ്ടോ വ്യത്യാസം? കണ്ടോ? ആവശ്യപ്പെടുന്നതും നൽകുന്നതും ഒരാൾ തന്നെ. കൃപ നിങ്ങളെ സഹായിക്കുന്നു, കൃപ നിങ്ങൾക്ക് ദാനം ചെയ്യുന്നു. ഇതിന് മറ്റൊരു നിർവചനം കൂടെ. അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനമാണ് കൃപ എന്ന് നമുക്കറിയാം. ഈ നിർവചനം നാം എപ്പോഴും സർവ്വസാധാരണമായി മനസ്സിലാക്കുന്നതാണ്. എന്നാൽ അർഹതയുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്, കൂലി, പ്രവൃത്തിയുടെ ഫലം. എന്നാൽ അർഹതയുടെ അടിസ്ഥാനത്തിലല്ലാതെ നൽകുന്നതാണ് ദാനം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? കൂലി കണക്കിടുന്നത് കടമായിട്ടാണ്, എന്നാൽ കൃപ ദാനമാണ്. അത് അർഹതയില്ലാത്തടത്ത് ദൈവം ചൊരിയുന്ന ഒരു ഗിഫ്റ്റാണ് ദാനം എന്ന് പറയുന്നത്. ദാനം വാങ്ങുവാൻ ഒരുവന് വേണ്ടത് താഴ്മയാണ്. കൂലി വാങ്ങുവാൻ താഴ്മയുടെ ആവശ്യമില്ല. കാരണം അത് ചെയ്ത ജോലിയുടെ അല്ലെങ്കിൽ അർഹതയുടെ ഒരു ആനുകൂല്യമാണ്. പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ന്യായമായി ലഭിക്കുന്നതാണ് കൂലി. റോമാലേഖനം 4 അധ്യായം 4 വാക്യം പറയുന്നു. എന്നാൽ ഇതേ സമയം അർഹതയില്ലാത്തവന് ദാനം ഏറ്റുവാങ്ങുവാൻ താഴ്മ വളരെ ആവശ്യമാണ്. അർഹതയില്ലാത്തടത്ത് നൽകുന്നതാണ് കൃപയെ താഴ്മയുമായി അഭേദ്യമാവണ്ണം ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 1 പത്രോസ് 5:5 യാക്കോബ് 4:6 ഒരുപോലെ പറയുന്ന ഒരു വാക്യമുണ്ട്, താഴ്മയുള്ളവർക്കോ കൃപ ലഭിക്കും. അതെ, താഴ്മയുള്ളവർക്കേ കൃപ ലഭിക്കുകയുള്ളൂ. ദാനം ഏറ്റുവാങ്ങുന്നത് എങ്ങനെയാണ്? വളരെ താഴ്മയോടെ, ഒരു സമർപ്പണത്തോടെ. വലിയൊരാളിൽ നിന്ന് ചെറിയൊരാൾ സ്വീകരിക്കുന്നത് പോലെ അവിടെ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യം താഴ്മയാണ്. താഴ്മയില്ലാതെ ദാനം ഏറ്റുവാങ്ങാൻ കഴിയുകയില്ല. ഇങ്ങനെ താഴ്മയിൽ കൃപ ഏറ്റുവാങ്ങിയ ഒരുവൻ പിന്നീട് താൻ അർഹനാണെന്ന് കരുതിയാൽ എന്ത് സംഭവിക്കും? പിന്നെ അവൻ ഒരിക്കലും ദാനം സ്വീകരിക്കാൻ കഴിയുകയില്ല. കാരണം അവന്റെ താഴ്മ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായി തന്നെ കൃപയും നഷ്ടമായി. ഒരിക്കൽ കൃപ പ്രാപിച്ച ഒരുവന് പിന്നീട് കൃപ നഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ്. താൻ അർഹനാണെന്ന് കരുതുന്നവന് കൃപ ലഭിക്കുകയില്ലെന്നും മറിച്ച് തനിക്ക് അർഹതയില്ലെന്ന നിലപാടെടുക്കുന്നവന്റെ മേൽ കൃപ ധാരാളമായി ദൈവം ചൊരിയുമെന്നും വ്യക്തമാക്കുന്ന ഒരു ഉപമ യേശു പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ 2 പേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി. ഒരുവൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഇതിൽ പരീശന് നിരത്താനുണ്ടായിരുന്നത് തന്റെ അർഹതയുടെ നീണ്ട പട്ടികയാണ്. താൻ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ചുങ്കക്കാരനെ പോലെയോ അല്ല. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. ഇതാണ് തന്റെ അവകാശവാദം. തന്റെ നീതിയുടെ യോഗ്യതയുടെ വലിയൊരു നീണ്ട ലിസ്റ്റാണ് ദൈവമുമ്പാകെ നിരത്തിയത്. എന്നാൽ ചുങ്കക്കാരൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് തന്നെ നോക്കുമ്പോൾ തനിക്ക് ദൈവം മുമ്പാകെ കരുണ ലഭിക്കുവാൻ ഒരർഹതയുമില്ല. അവൻ ദൂരെ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണം എന്ന് നിലവിളിച്ചു. എന്തായിരുന്നു ഫലം? ചുങ്കക്കാരന് ദൈവം മുമ്പാകെ കൃപ ലഭിച്ചു, പരീശന്
അത് ലഭ്യമായില്ല. ഈ ഉപമയെ കർത്താവ് താഴ്മയുമായി ബന്ധപ്പെടുത്തി ഉപസംഹരിക്കുന്നത് ഇപ്രകാരമാണ്: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. തുടർന്ന് ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ദൈവത്തിന് പറയുന്നു, മറ്റവൻ അങ്ങനെയല്ല. പ്രിയമുള്ളവരെ നോക്കുക, നീതിമാനായിരിക്കുക എന്നതാണ് ദൈവം എല്ലാവരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഈ നിബന്ധനയെ തൃപ്തിപ്പെടുത്തുവാനുള്ള ശക്തി അല്ലെങ്കിൽ കൃപ ദൈവം തന്നെ നൽകുന്നു. ഈ കൃപ സൗജന്യമാണ്, അർഹതയുടെ അടിസ്ഥാനത്തിലല്ല ഇത് നൽകുന്നത്. എന്നാൽ അർഹതയില്ലെന്ന് താഴ്മയോടെ സമ്മതിക്കുന്നിടത്ത് മാത്രമേ കൃപ വ്യാപരിക്കുകയുള്ളൂ. ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം: കൃപ അങ്ങനെയായാൽ അർഹതയില്ലാത്തിടത്ത് നൽകുന്നതാണ് കൃപ എന്ന് പറയാനാവില്ലല്ലോ. എന്നാൽ ഉയർന്ന ഇടത്തേക്കല്ല, താഴ്ന്ന സ്ഥലത്തേക്ക് മാത്രമേ വെള്ളത്തിന് ഒഴുകി ചെല്ലുവാൻ കഴിയും എന്ന പ്രകൃതി നിയമം പോലെയാണ് ഇതിനെ നാം കാണേണ്ടത്. താഴ്മയുള്ളിടത്തെ കൃപയ്ക്ക് വ്യാപരിക്കാൻ കഴിയും. ചുങ്കക്കാരൻ തന്നെത്താൻ താഴ്ത്തി അവിടേക്ക് കൃപ ഒഴുകിച്ച് ഫലം അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി. എന്നാൽ പരീശൻ തന്റെ അർഹതയുടെ പട്ടിക നിരത്തി തന്നെത്താൻ സ്വയം ഉയർത്തി. സ്വാഭാവികമായും അവിടേക്ക് ദൈവകൃപയ്ക്ക് ഒഴുകി ചെല്ലുവാൻ കഴിയുകയില്ലല്ലോ. അതിന്റെ ഫലമായി പരീശന് ദൈവത്തിന്റെ നിബന്ധനയെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാതെ നിരാശനായി നീതീകരിക്കപ്പെടാതെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. നീതിമാനായിരിക്കുക എന്ന ദൈവത്തിന്റെ വ്യവസ്ഥയെ ഡിമാൻഡ് തൃപ്തിപ്പെടുത്തുവാനുള്ള ദൈവിക ശക്തിയായ കൃപ അവനും ലഭിക്കേണ്ടിയിരുന്നു. എന്നാൽ അത് അവന് ലഭ്യമാകുന്ന സ്ഥലത്ത് താഴ്മയുള്ളിടത്ത് അവൻ നിന്നില്ല. കൃപയുടെ വെള്ളച്ചാട്ടത്തിന് താഴെ നിന്നാൽ മാത്രമേ ഒരുവനെ കഴുകിയെടുക്കാൻ കഴിയുകയുള്ളൂ. പരീശൻ ആ ഉത്തരവാദിത്വം എടുത്ത് സ്വാഭാവികമായും അവൻ നീതീകരിക്കപ്പെട്ടില്ല. പരീശനെയും ചുങ്കക്കാരനെയും ഈ ഉപമയുടെ പ്രസക്തി ഒരുവൻ കർത്താവിലേക്ക് വരുന്ന ആദ്യ സന്ദർഭത്തിലേക്ക് രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം മുതൽ നമുക്ക് കാണുവാൻ കഴിയും. ചിലർ അതിനെ രക്ഷയുടെ പ്രാഥമിക പടിയായി പരിമിതപ്പെടുത്താറുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് കൃപ തീർച്ചയായും ആവശ്യമാണ്. എഫെസ്യർ 2:5-8 വാക്യം, റോമർ 1:16. സ്വയം പ്രയത്നം കൊണ്ട് രക്ഷ നേടാനാവില്ല എന്ന് താഴ്മയോടെ സമ്മതിച്ച് പാപിയ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ച് ഒരുവൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ആദ്യം വരുന്ന സന്ദർഭമാണല്ലോ അവൻ രക്ഷിക്കപ്പെടുന്ന അവസരം. അവിടെ അവൻ രക്ഷയ്ക്കായുള്ള ദൈവശക്തിയായ കൃപ മൂലം രക്ഷിക്കപ്പെടുന്നു. എന്നാൽ തുടർന്നും ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതും ജീവിതത്തിന്മേൽ കൃപ വ്യാപരിക്കുവാൻ താഴ്മയിൽ തന്നെ നാം നിലനിൽക്കേണ്ടതുണ്ടെന്ന വിഷയം പലരും കരുതുന്നില്ല.